നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡിയോയുടെ ഈ ഒരു സീലിംഗ് ആണ്. നിങ്ങൾ ബാറ്റ്മാൻ സിനിമയിൽ അല്ലെങ്കിൽ അൺബോക്സ് തെറാപ്പിയുടെ സ്റ്റുഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു കൈൻഡ് ഓഫ് സീലിംഗ്. അത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ചെയ്തെടുത്തത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ ഒരു സംഭവം സ്റ്റുഡിയോ ടൂർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാടധികം എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് ചെയ്തത്, എന്ത് മെറ്റീരിയലാണ് യൂസ് ചെയ്തത്, ആരെ കൊണ്ടാണ് ചെയ്യിച്ചത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. അപ്പോൾ അതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റിവീൽ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് മലയാളം ടെക്കിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള പുതിയ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ മലയാളം ടെക് സ്റ്റുഡിയോ റെനോവേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്റ്റുഡിയോ സീലിംഗ് ഇങ്ങനെ മൊത്തത്തിൽ മാറ്റിയെടുത്തത്. ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗങ്ങളെല്ലാം സെപ്പറേറ്റ് ടൈം കോഡായിട്ട് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും സ്പെസിഫിക് ഭാഗം നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ടൈം കോഡിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പണി സീലിംഗിൻ്റെ മുകൾ ഭാഗം തയ്യാറാക്കുക എന്നതായിരുന്നു. നമ്മുടെ സീലിംഗിൻ്റെ മുകളിൽ നിന്നാണല്ലോ നമ്മുടെ ലൈറ്റ് സോഴ്സ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മുകളിൽ ഒരു ബ്രൈറ്റ് റിഫ്ലക്റ്റീവ് സർഫസ് ഉണ്ടാക്കിയെടുക്കുന്നതായിരുന്നു നമ്മുടെ ആദ്യത്തെ പരിപാടി. ഇതിനായി നമ്മൾ മുകൾ ഭാഗം ഫുൾ വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്തു. ഇങ്ങനെ ഒരു 3 കോട്ടോളം പെയിൻറ്റ് അടിച്ചിട്ടാണ് നമ്മൾ ഈ സർഫസ് നല്ല ബ്രൈറ്റ് ആക്കി എടുത്തത്. അതിനുശേഷം നമ്മൾ ലൈറ്റ് സോഴ്സ് ആഡ് ചെയ്യാനുള്ള ഇലക്ട്രിക്കൽ വർക്ക് തുടങ്ങി. സ്റ്റുഡിയോ റൂമിൻ്റെ ഡയമെൻഷൻ വെച്ച് മാക്സിമം 20 ട്യൂബായിരുന്നു നമുക്ക് സീലിംഗിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിരുന്നത്. അതുകൊണ്ട് മൊത്തം 10 സ്വിച്ച് കൊണ്ട് 20 ട്യൂബ് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിൽ വയറിംഗ് സെറ്റ് ചെയ്തു. അതായത് ഒരു സ്വിച്ച് യൂസ് ചെയ്ത് 2 ട്യൂബ് ഓൺ ഓഫ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മൾ വയറിംഗ് സെറ്റ് ചെയ്തത്. അങ്ങനെ ഒരു റോയിൽ മൊത്തം 4 ട്യൂബുകൾ സെറ്റ് ചെയ്തു. നമ്മൾ ലൈറ്റിങ്ങിനായി ഓറിയൻറ്റിൻ്റെ ഫ്ലിക്കർ ഫ്രീ LED ട്യൂബ് ലൈറ്റാണ് യൂസ് ചെയ്തത്. ഈ ട്യൂബിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഹൈ ഫ്രീക്വൻസിയിൽ റൺ ചെയ്യുന്നതുകൊണ്ട് ഫ്ലിക്കറിങ് ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ നോർമൽ LED ട്യൂബൊക്കെ ഇട്ട റൂമിൽ ക്യാമറ ഓണാക്കി വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് വീഡിയോയിൽ ഫ്ലിക്കറിങ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ സ്ലോ മോഷൻ വീഡിയോ ഓണാക്കി നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ ഫ്ലിക്കറിങ് അനുഭവപ്പെടും. അപ്പോൾ നമ്മുടേത് ഒരു വീഡിയോ പ്രൊഡക്ഷൻ സ്പേസ് ആയതുകൊണ്ട് തന്നെ ഫ്ലിക്കറിങ് ഇല്ലെന്ന് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഞാൻ ഈ ട്യൂബുകൾ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഞാൻ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രോഡക്റ്റ് ആമസോണിൽ അവൈലബിൾ ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ലിങ്ക് താഴെ ആഡ് ചെയ്യുന്നില്ല. പിന്നീട് നോക്കിയപ്പോഴെല്ലാം ഇത് അൺഅവൈലബിൾ ആയിട്ടാണ് നമ്മുടെ ആമസോണിൽ കാണിച്ചത്. അപ്പോൾ ഇത് ഓറിയൻറ്റിൻ്റെ ഡീലർ വഴി നമ്മൾ പിന്നീട് മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്യാമറ ചെയ്തുകൊണ്ടിരുന്ന മാർഷലിന് ഒരു സെപ്പറേറ്റ് പ്രോജക്റ്റ് വന്നപ്പോൾ നമ്മൾ ഇതേ ട്യൂബ് തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ അന്ന് മേടിച്ച ട്യൂബ് ലൈറ്റ് എല്ലാം ഇവിടെ എക്സ്ട്രാ ഇരിപ്പുണ്ട്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും പോയാലും അതിൽ നിന്ന് എടുത്തിടാനുള്ള ഒരു സെറ്റപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ട്യൂബ് ആദ്യം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ചില ട്യൂബുകൾ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നൊരു 4ഓളം ട്യൂബ് ലൈറ്റ് കംപ്ലൈൻ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഓറിയൻറ്റിൻ്റെ ട്യൂബിനെ ഞാൻ കുറ്റം പറയുന്നില്ല. ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്ന ഈ ട്യൂബ് ലൈറ്റിൻ്റെ പ്രശ്നമാണെന്നാണ്. പക്ഷേ ഇത് നമ്മുടെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ കാരണം ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു പ്രശ്നമാണ്. അതെങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ സെറ്റപ്പ് ചെയ്തപ്പോഴത്തേക്ക് ഡയറക്റ്റ് കറണ്ട് കയറി വരുമായിരുന്നു. പക്ഷേ അതിനുശേഷം നമ്മൾ APC UPS എടുത്തിട്ട് അതിനെ ഒരു ഇൻവെർട്ടർ പോലെ കൺവേർട്ട് ചെയ്ത് നമ്മുടെ സ്റ്റുഡിയോ ഫുള്ള് ആ ഒരു UPS നിന്നാണ് പവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ UPS വന്നതിന് ശേഷം ഒറ്റ ട്യൂബ് പോലും ഇതുവരെ കംപ്ലൈൻ്റ് ആയിട്ടില്ല. ഈ കംപ്ലൈൻറ്റുകൾ ഓരോന്ന് വന്നുകൊണ്ടിരുന്നത് തന്നെ നമ്മൾ വെച്ച് 1-2 മാസത്തിനുള്ളിലാണ്. പക്ഷേ അതിനുശേഷം ഈ ഒരു സെറ്റപ്പ് ചെയ്തേ പിന്നെ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. അപ്പോൾ അതും കൂടെ ഞാൻ എടുത്തു പറയുകയാണ്. ഇങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ കൂടെ ഒന്ന് മൈൻഡ് ചെയ്തേക്കണം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ലൈറ്റിംഗ് സെറ്റപ്പിൻ്റെ പവർ കൺസംഷൻ നോക്കാം. 20 വാട്ട്സ് വെച്ച് 20 ട്യൂബാണ് നമ്മൾ റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 400 വാട്ട്സ് മാക്സിമം യൂസേജ് ആണ് ഇതിൽ വരുന്നത്. 396 വാട്ട്സ് യൂസേജ് ആണ് നമ്മുടെ UPSൽ ലോഡ് കാണിക്കുന്നത്. ട്യൂബ് കോസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 20 ട്യൂബിന് 6750 രൂപയാണ് ചിലവായത്. അതായത് ഒരു LED ട്യൂബ് ലൈറ്റിന് 337 രൂപയാണ് ചിലവായത്. അപ്പോൾ നമ്മൾ ഈ ലൈറ്റ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഇനിഷ്യൽ റിയാക്ഷൻ ഇതൊക്കെയായിരുന്നു. എങ്ങനെയുണ്ട് ആ മോന്തി ഒന്ന് കാണണ്ടായിരുന്നു. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? അങ്ങനെ ബേസിക് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ സീലിങ്ങിൻ്റെ മെയിൻ പണി തുടങ്ങുന്നത്. അപ്പോൾ ആദ്യമായിട്ട് സ്റ്റുഡിയോയുടെ ഡയമെൻഷനുമായിട്ട് ഞാൻ കോട്ടയത്ത് നാഗമ്പടത്തുള്ള എല്ലാൻഡം സയൻസിലെത്തി. ഈ എല്ലാൻഡം സയൻസിലേക്ക് പോയതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീലിംഗ് ചെയ്യുന്ന ഒരുപാട് പേരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ നമുക്ക് വേണ്ട ഒരു ലൈറ്റ് കടത്തി വിടുന്ന ടൈപ്പ് മെറ്റീരിയൽ വർക്ക് ചെയ്യുന്ന സീലിംഗ് വർക്കേഴ്സ് ആരും നമ്മുടെ പരിചയത്തിൽ കിട്ടിയില്ല. അതുപോലെ തന്നെ സീലിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ആ ഷീറ്റ് എടുക്കാനുള്ള മെറ്റീരിയൽസ് തപ്പി പോയപ്പോഴും കടക്കാർക്കൊന്നും ഇങ്ങനൊരു സംഭവം പരിചയമില്ല. എല്ലായിടത്തും ഇപ്പോൾ പുതുതായിട്ട് ജിപ്സം സീലിങ്ങും പിന്നെ നമ്മുടെ ഓൾഡ് സിമെൻറ്റ് ഷീറ്റ് വെച്ചുള്ള സീലിങ്ങും ഒക്കെയാണ് എല്ലാവരും
പറയുന്നത്. ഇങ്ങനൊരു സെറ്റപ്പ് നമ്മുടെ നാട്ടിൽ അധികം ആരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് കുറച്ച് അലഞ്ഞു ഇത് തപ്പി. പക്ഷെ അതിനുശേഷം നമ്മൾ കോട്ടയത്തുള്ള എല്ലാൻഡം സയൻസിലേക്ക് ചെന്നു. ഈ ഒരു ഷോപ്പ് എനിക്ക് നേരത്തെ പരിചയമുള്ളതാണ്. നമ്മുടെ ചാനലിൻ്റെ ലോഗോ ചെയ്ത് നമ്മുടെ മെയിൻ സെറ്റിൽ ഒരു ലൈറ്റ് ചെയ്യുന്ന ഒരു ഫിക്സ്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ജോമോൻ ചേട്ടൻ, ഈ എല്ലാൻഡം സൈനിലെ ജോമോൻ ചേട്ടനാണ് നേരത്തെ ചെയ്തു തന്നത്. അപ്പോൾ ആ ഒരു പരിചയത്തിൻ്റെ ബേസിലാണ് ഞാൻ അങ്ങോട്ട് പോയത്. അങ്ങനെ നമ്മുടെ സ്റ്റുഡിയോയുടെ ഡയമെൻഷൻ കൊടുത്തു. 96 ഇഞ്ച് ബൈ 48 ഇഞ്ചാണ് നമ്മുടെ വലിയൊരു അക്രിലിക് ഷീറ്റ് വരുന്നതിൻ്റെ സൈസ്. അപ്പം സ്റ്റുഡിയോ ഡയമെൻഷൻ വെച്ച് മാക്സിമം വേസ്റ്റേജ് വരാതെ എങ്ങനെ നമുക്ക് ഷീറ്റ് കട്ട് ചെയ്തെടുക്കാമെന്ന് കോറൽ ഡ്രോ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ നമ്മൾ മനസ്സിലാക്കി. അപ്പം 32 ഇഞ്ച് ബൈ 24 ഇഞ്ച് വെച്ച് ഒരു ഷീറ്റിന് അളവ് വേണം എന്ന തീരുമാനത്തിലെത്തി. അങ്ങനെ 3 ഷീറ്റ് നമ്മൾ ലേസർ കട്ട് ചെയ്തെടുത്തു. ഒന്ന് കൊണ്ടുപോയി വെച്ച് നോക്കാവുന്ന പ്ലാനിൽ. ഈ വലിയ ഷീറ്റിൽ നിന്ന് ലേസർ ലൈറ്റ് ഉപയോഗിച്ചാണ് ഷീറ്റ്സ് നമുക്ക് വേണ്ട അളവിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് വളരെ പ്രിസൈസ് റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ നല്ല ത്രിൽഡായിരുന്നു. പക്ഷേ ഈ ആദ്യത്തെ ട്രയൽ ഷീറ്റ്സ് കട്ട് ചെയ്തപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് ഞാൻ വഴിയേ പറയാം. അപ്പോൾ കട്ട് ചെയ്ത ഷീറ്റുകളുമായിട്ട് നമ്മൾ സ്റ്റുഡിയോയിലെത്തി ലൈറ്റ് റെസ്പോൺസ് ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ലൈറ്റ് നല്ലതുപോലെ ഡിഫ്യൂസ് ആകുന്ന പോലെ തോന്നി. അതേപോലെ തന്നെ വെളിച്ചത്തിൻ്റെ ഇൻറ്റൻസിറ്റിയും നല്ലപോലെ കുറയുകയും ചെയ്തു. കിട്ടാവുന്നതിൽ ഏറ്റവും തിന്നായിട്ടുള്ള അക്രിലിക് ഷീറ്റാണ് നമ്മൾ ഉപയോഗിച്ചത്. മറ്റു മെറ്റീരിയൽസ് അന്വേഷിച്ചെങ്കിലും നല്ലതൊന്നും കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം. ലൈറ്റ് ഇൻറ്റൻസിറ്റി വേണ്ടത്ര ഇല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ട്യൂബ് ലൈറ്റ് ആഡ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിൽ അങ്ങനെ എത്തി. അപ്പോൾ ഇത്രയൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ സീലിംഗ് ചെയ്യുന്ന ചേട്ടന്മാരെ വിളിച്ചു. അപ്പോൾ അവർ വേറൊരു വർക്കിൽ തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പെയിൻറ്റിങ് ജോലിയും വയറിങ് പരിപാടിയൊക്കെ ആ സമയം കൊണ്ട് തീർത്ത് വെച്ചു. അതിനുശേഷം നമ്മൾ സീലിങ്ങിൻ്റെ മെയിൻ വർക്ക് ആരംഭിച്ചു. അപ്പോൾ അലുമിനിയം ചാനൽ യൂസ് ചെയ്താണ് നമ്മൾ അക്രിലിക് ഷീറ്റ്സ് സീലിങ്ങിൽ മൗണ്ട് ചെയ്യാൻ പോകുന്നത്. പഴയ സിമൻറ്റ് ഷീറ്റ് സീലിങ്ങും അലുമിനിയം ചാനലും വെച്ചുള്ള അതേ രീതി തന്നെയാണ്. പക്ഷേ സിമൻറ്റ് ഷീറ്റിന് പകരം നമ്മൾ അക്രിലിക് ഷീറ്റാണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രം. അങ്ങനെ നമ്മുടെ വർക്ക് ആരംഭിച്ചു. പക്ഷേ വഴിയെ നമുക്ക് മനസ്സിലായി ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടെന്ന്. അളവ് കൊടുത്തതിൽ വന്ന ചെറിയൊരു പാളിച്ച കാരണം കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റി. ആ അറ്റത്തും ഈ അറ്റത്തും ഒരു ചെറിയൊരു സ്പേസ്. അപ്പോൾ ഞാൻ ഈ സംഭവത്തിൻ്റെ അളവൊക്കെ ആദ്യം എടുത്തിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ കോറലിലൊക്കെ ഇട്ട് നോക്കിയതാണ് ഇത് എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഇങ്ങനെ ഫില്ലായിട്ടായിരുന്നു വന്നത്. പക്ഷെ നമ്മൾ കട്ട് ചെയ്ത ഷീറ്റിൻ്റെ അളവ് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലായി പണിപാളി പ്രശ്നമായെന്ന് വിചാരിച്ച് ഞാൻ നേരെ പിന്നെ ജോമോജോൻ്റെ അടുത്തേക്ക് വിട്ടു. അപ്പോൾ എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് നേരം എടുത്തു. അപ്പോൾ ഞാൻ അവിടെ പോയി അളവ് പറഞ്ഞു കൊടുത്തതിൽ വന്ന മിസ്റ്റേക്കായിരുന്നു. അത് നമ്മൾ റെക്ടിഫൈ ചെയ്തു. വീണ്ടും അളവെടുത്തു. ഭാഗ്യത്തിന് നമ്മൾ ട്രയൽ അടിക്കാമെന്ന് വിചാരിച്ച് 3 ഷീറ്റ് മാത്രമേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടമൊന്നും സംഭവിച്ചില്ല. വീണ്ടും എല്ലാൻഡം സയൻസിൽ ചെന്ന് കറക്റ്റ് അളവ് കൊടുത്ത് പുതിയ ഷീറ്റ് കട്ട് ചെയ്യേണ്ട ഡയമെൻഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ ആദ്യം കട്ട് ചെയ്ത അളവിൽ കട്ട് ചെയ്താൽ ലേഔട്ട് ഇതുപോലെ ആയേനെ. പക്ഷേ 32 ഇഞ്ച് ബൈ 24 ഇഞ്ച് എന്നുള്ള ഷീറ്റിന് പകരം നമ്മൾ 35 ഇഞ്ച് ബൈ 16 ഇഞ്ച് ആക്കിയപ്പോഴത്തേക്ക് പുതിയ അളവിൽ ഷീറ്റ് കട്ട് ചെയ്തപ്പോൾ നമുക്ക് വേണ്ട ഒരു ലേഔട്ട് നമുക്ക് ലഭിച്ചു. അപ്പോൾ ഇത് കണ്ടോ, മുകളിൽ കിടക്കുന്നത് നമ്മുടെ പഴയ ലേഔട്ടും താഴത്തെ പുതിയ ലേഔട്ടുമാണ്. അപ്പോൾ അതെന്തായാലും സമാധാനമായി. അങ്ങനെ നമ്മൾ വർക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ അളവ്. നേരത്തെ ഷീറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് കണ്ടോ, നിങ്ങൾക്ക് നേരത്തെ ഷീറ്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാണ് നമ്മുടെ നേരത്തെ ഷീറ്റ്. ഇത്രയും വലുതായിരുന്നു ഇത്. ഇത് കണ്ടോ, ഇത് ഇത്രയും ചെറുതാണ്. ഇത്രേ ഉള്ളൊരു ഷീറ്റ് കണ്ട. അപ്പോൾ ഇപ്പം ഇടുമ്പോഴത്തേക്ക് കറക്റ്റ് ഫില്ലായി വരും. ഞാനിപ്പോൾ ഇവിടെ ഒരു 7 ഷീറ്റ് ഇങ്ങനെ നിരത്തി നോക്കി. അപ്പോൾ നമ്മുടെ സ്പേസ് ഫുള്ള് ഫില്ലായി വരുന്ന രീതിയിൽ ഇങ്ങനെ വൃത്തികേടൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ സെറ്റാക്കി വെച്ചു. ഓക്കെ, ഇനിയിപ്പോൾ സീലിംഗ് ചേട്ടന്മാർ തിരിച്ചു വരണം. അവരാണെങ്കിൽ ഇവിടെ മൊത്തം പ്രശ്നമായി കഴിഞ്ഞപ്പോൾ അവർ പോയി. ഞാൻ പറഞ്ഞത് ഒരു തീരുമാനമാക്കിയിട്ട് വരാൻ പറഞ്ഞിട്ട് അവരിനി തിരിച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും പണി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ സീലിങ്ങിൻ്റെ മെറ്റീരിയൽസൊക്കെ എടുത്ത് ഈ സംഭവം ഒന്ന് വർക്കൗട്ട് ചെയ്തത്. ഇനി നമുക്ക് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് നോക്കാം. അപ്പോൾ ഇതിൽ അക്രിലിക് ഷീറ്റിനാണ് ഏറ്റവും കൂടുതൽ ചിലവായിരിക്കുന്നത്. നമ്മൾ 60 ഷീറ്റോളം എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് എക്സ്ട്രാ സ്പെയറും കൂടെ എടുത്തു വെച്ചു. ഇൻ കേസ് എന്തെങ്കിലും പൊട്ടുമോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് മാറ്റിയിടാൻ വേണ്ടി. അപ്പോൾ പിന്നീടത്തേക്ക് വെക്കാത്തതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്രിലിക് ഷീറ്റിന് കാലപ്പഴക്കം തോറും ചിലപ്പോൾ കളർ ചെറുതായിട്ടൊക്കെ മാറിയേക്കാം. അപ്പോൾ നമ്മൾ ഒരു ഷീറ്റ് പൊട്ടിപ്പോയി കഴിയുമ്പോൾ പോയി പുതിയൊരു ഷീറ്റ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം രണ്ടും തമ്മിൽ കളർ മാച്ച് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ സ്പെയറായിട്ട് കുറച്ച് എടുത്ത് വെച്ചു എന്നുള്ളതുള്ളൂ. ഒരു സേഫ്റ്റിക്ക് ഇരുന്നോട്ടെന്ന് കരുതി നമ്മൾ ചെയ്തൊരു പരിപാടിയാണ്. അപ്പോൾ അക്രിലിക് ഷീറ്റിന് വേണ്ടി തന്നെ നമ്മൾ 22,000 രൂപയോളം ചിലവഴിച്ചു. പിന്നെ ഇതിന് വേണ്ട അലുമിനിയം ചാനൽ, സ്ക്രൂ, നെയിൽസ് പ്ലഗ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടെ കൂട്ടി ഒരു 2686 രൂപയാണ് ചിലവായത്. പിന്നെ നമ്മുടെ വർക്ക് ചെയ്ത ചേട്ടന്മാരുടെ വേജ് വന്നത് 3600 രൂപയാണ്. അപ്പോൾ 2 ദിവസം ഇവർ വർക്ക് ചെയ്തു ഫുൾ ഫിനിഷ് ചെയ്ത് തരാനായിട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ട്യൂബ് ലൈറ്റിൻ്റെ കോസ്റ്റും കൂട്ടേണ്ടതായതുകൊണ്ട് ഞാൻ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. 6250 രൂപയാണ് നമ്മൾ ലൈറ്റിങ്ങിന് വേണ്ടി ചിലവഴിച്ചത്. ഇതിൽ വയറിംഗ് കോസ്റ്റും സ്വിച്ചിൻ്റെ കോസ്റ്റും ഒന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ ഈ സീലിങ്ങിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് മാത്രം ട്യൂബ് ലൈറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. അങ്ങനെ മൊത്തം 35,036 രൂപയാണ് നമ്മുടെ സ്റ്റുഡിയോ സീലിങ്ങിനായി നമ്മൾ ചിലവാക്കിയത്. ഇതെല്ലാം ചെയ്ത ശേഷം ഒരു ഉടായ്പ കൂടെ കാണിച്ചു. വെളിച്ചത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചുകൂടെ കൂട്ടാമെന്ന പ്ലാനിൽ പിടിപ്പിച്ച ട്യൂബ് മുഴുവൻ അഴിച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ ഔട്ടർ ലെയർ റിമൂവ് ചെയ്തു.
ഇതുപോലെ. അപ്പോൾ ഓരോ ട്യൂബും എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആ സൈഡിലെ ക്യാപ്പ് രണ്ടും എടുത്ത് കളഞ്ഞു. അതിനുശേഷം ആ ഡിഫ്യൂഷൻ ലെയർ ഇങ്ങനെ പ്ലെയർ വെച്ച് അഴിച്ച് കളഞ്ഞു. ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ചില ട്യൂബിലൊക്കെ ഇത് അഴിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. പക്ഷേ ഇതിൽ നല്ല ഫ്യൂസ്ഡ് ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടി ഇതൊന്ന് അഴിക്കാൻ. അതുപോലെ ഈ പ്ലെയർ വെച്ചുള്ള ഈ ഒരു പരിപാടി കണ്ടുപിടിക്കാനും ഇച്ചിരി സമയമെടുത്തു. ആദ്യമൊക്കെ സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ച് തള്ളി കൈയൊക്കെ മുറിച്ച് അങ്ങനെയൊക്കെയാണ് ആദ്യം ചെയ്തത്. അപ്പോൾ ഇതാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന വഴിയെന്ന് പിന്നീട് മനസ്സിലായി. അങ്ങനെ നമ്മുടെ ട്യൂബിൻ്റെ ഇൻബിൽറ്റ് ഡിഫ്യൂഷൻ ലെയർ അങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ വളരെ അധികം ഡിഫറൻസ് വന്നു. നല്ല വ്യത്യാസം ലഭിച്ചു. അപ്പോൾ നേരത്തെ കിട്ടിയതിലും വേണമെങ്കിൽ ഒരു 30 അല്ലെങ്കിൽ 40% എക്സ്ട്രാ ലൈറ്റ് എന്ന് വേണേൽ പറയാം, അതുപോലെ വെളിച്ചം ലഭിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ ഒരു മേജർ ലുക്ക് തരുന്ന ഒരു എലമെൻറ്റ് തന്നെയാണ് നമ്മുടെ ഈ സീലിംഗ്. അപ്പം ഞാനിതിൽ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് വളരെയധികം സന്തോഷം നൽകിയ ഒരു സീലിംഗാണിത്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ വിസിറ്റേഴ്സ് ആണെങ്കിലും നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ അവരാദ്യം നോക്കുന്നത് നമ്മുടെ സീലിംഗ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനൊരു സീലിംഗ് നമ്മുടെ നാട്ടിൽ അധികം ആരും ചെയ്തിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം അതിന് വളരെയധികം ഒരു അട്രാക്ഷൻ ഉണ്ടെന്നുള്ളത് എടുത്തു വരേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു മലയാളം ടെക് സ്റ്റുഡിയോയിലെ സീലിംഗിനെ പറ്റി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്ന ഇൻഫർമേഷൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞുതരാം. അപ്പോൾ ഇനിയും ഇതുപോലെ ധാരാളം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ ചാനൽ തിരിച്ചു വരും. നിങ്ങൾ ആദ്യമായിട്ടാണ് മലയാളം ടെക് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.